എൻ്റെ പേര് ജിതിൻ. ഞാൻ മാളയിൽ നിന്ന് വരുന്നു, തൃശ്ശൂർ ജില്ലയിലെ മാളയിൽ നിന്ന് വരുന്നു. എൻ്റെ ഭാര്യ 2023 ജൂലൈ 21 ന്യൂസിലാൻഡിൽ നേഴ്സായിട്ട് ജോലിക്ക് വേണ്ടി പോയി. അതിനുശേഷം ഞാൻ ഏകദേശം ഒരു നവംബർ 19, 2021 ജോലി റിസൈൻ ചെയ്ത്. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, എനിക്കൊരു മകനുണ്ട്. 4 വയസ്സും 2 മാസമാണ് കുട്ടിക്കുള്ളത്. കുട്ടിക്ക് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറാണ്. കുട്ടി സംസാരിക്കില്ല, റിയാക്ഷൻ ഇല്ല. അവൻ്റേതായ ലോകത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ വൈഫ് പോയി കഴിഞ്ഞ ശേഷം ജോലി കിട്ടാൻ ഏകദേശം ഒരു 2 മാസത്തോളം സമയം പിടിച്ചു. അതിനുശേഷം വൈഫിന് മാതാവിൻ്റെ സഹായത്താൽ നല്ലൊരു ജോലി കയറുകയും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പം ഞാൻ റിസൈൻ ചെയ്ത് വന്നത് വേഗം കയറിപ്പോകാമെന്നുള്ളൊരു പ്ലാനിലാണ് വന്നത്. കുട്ടിയും കൊണ്ട് പോകാം, അവിടെ സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ള പ്രതീക്ഷയിൽ കയറി വന്നു. അതിനുവേണ്ടി PT എക്സാം എഴുതി. പഠിക്കാണ്ട് തന്നെ വെറുതെ നമ്മൾ ജസ്റ്റ് സ്വയമായിട്ട് തന്നെ പഠിച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് നല്ല മാർക്കോടെ ക്ലിയർ ആവുകയും ചെയ്തു. അങ്ങനെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ എല്ലാം കംപ്ലീറ്റ് ആയി, എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഏകദേശം 1 മാസം പിടിച്ചു അതൊക്കെ കംപ്ലീറ്റ് ആക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ വിസയ്ക്ക് വെക്കേണ്ട സമയത്ത് മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ കുഞ്ഞും കൂടിയിട്ട് തിരുവനന്തപുരം കിംസിലാണ് ന്യൂസിലാൻഡിലെ വിസയൊക്കെ എടുക്കേണ്ടത്, മെഡിക്കൽ എടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കിംസിൽ പോയി. കിംസിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും അവർ എൻ്റെ മെഡിക്കലൊക്കെ കഴിഞ്ഞു. കുട്ടിയുടെ മെഡിക്കൽ എടുത്തപ്പോഴേക്കും ജസ്റ്റ് ഹൈറ്റും വെയിറ്റും മാത്രമാണ് അവർ പറഞ്ഞത് ആദ്യം. അത് കഴിഞ്ഞ് കുട്ടിയുടെ അടുത്ത് ചോദിച്ചു പേരെന്തെന്ന് ചോദിച്ചു. പേര് ചോദിച്ചാൽ കുട്ടിക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ പേര് പറയാനായിട്ട്. അപ്പോൾ ഡോക്ടർ ഡയറക്റ്റായിട്ട് പറഞ്ഞു, കുട്ടിക്ക് സ്പീച്ച് തെറാപ്പിസ്റ്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഒരു ഫുള്ളായിട്ടുള്ളൊരു ചെക്കപ്പ് വേണം. അത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ മെഡിക്കൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓക്കെ, നമുക്ക് ഇത് ആദ്യമായിട്ട് നമുക്ക് കേൾക്കുന്നത്, നമ്മളിത് അറിയില്ല ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽസ്. അതിനുശേഷം നമ്മൾ ഒരു ദിവസം അവിടെ 2 ദിവസം വെയിറ്റ് ചെയ്തിട്ട് ബാക്കി എല്ലാ തെറാപ്പിസ്റ്റ് അനലൈസ് ചെയ്ത് ഡീറ്റെയിൽ റിപ്പോർട്ട് അവരിൽ നിന്ന് കളക്ട് ചെയ്തു. മെഡിക്കൽ സബ്മിറ്റ് ചെയ്തു. മെഡിക്കൽ സബ്മിറ്റ് ചെയ്ത് 2 ഫെബ്രുവരി 26 2024 മെഡിക്കൽ സബ്മിറ്റ് ചെയ്തത്. മെഡിക്കൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടുത്തെ ന്യൂസിലാണ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചു. ഇതിപ്പോൾ എന്താ ചെയ്യാൻ പറ്റും, എന്തായിരിക്കും അവസ്ഥ, ഇത് ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ജിതിന ഇത് കുട്ടിക്ക് വിസ കിട്ടാനായിട്ട് ഭയങ്കര പാടായിരുന്നു. ഒരു 90% വിസ കിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യും, വിസ നീ സ്വയമായിട്ട് ഇടാതെ നിൽക്കണ്ട, ഒരു ലീഗൽ അഡ്വൈസറിനെ കണ്ടിട്ട് ആ പുള്ളിക്കാരായിട്ട് സംസാരിച്ചിട്ട് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ലീഗൽ അഡ്വൈസറായിട്ട് സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കാരായിട്ട് സംസാരിച്ചത് ഏകദേശം ഒരു മാർച്ച് 16 സംസാരിച്ചത്. സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത്, ജിതിനെ ഇത് കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. ഇത് കിട്ടിയില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകണമെന്നാൽ കുട്ടീനെ നമുക്ക് വിസിറ്റിംഗ് വിസയെ പോലും നമ്മുടെ കൂടെ നിർത്താൻ പറ്റില്ല. കുട്ടീനെ നാട്ടിൽ അപ്പച്ചനമ്മ നിർത്താൻ പറ്റുള്ളൂ. ജിതിനും വൈഫും കൂടിയും പോകേണ്ടി വരും. അങ്ങനത്തെ ഒരു സാഹചര്യമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നോക്കാം, എന്തിനും പറയാൻ വേണ്ടി നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ എല്ലാവരും ഒരുമിച്ച് വിസയ്ക്ക് അപ്ലൈ ചെയ്തോളാൻ പറഞ്ഞു. ഏകദേശം മാർച്ച് 30 ആയപ്പോഴേക്കും നമ്മൾ വിസയൊക്കെ കംപ്ലീറ്റ് ആക്കി. ഏപ്രിൽ 10 നമ്മൾ സബ്മിറ്റ് ചെയ്തു. ഏപ്രിൽ 10 പേപ്പറൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏപ്രിൽ 30 ആയപ്പോഴേക്കും നമുക്ക് അവിടെ നിന്ന് മെയിൽ വന്നു, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ഉണ്ട്, പക്ഷേ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് സ്റ്റാറ്റസ് പോരാ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 മാസത്തെ കാലയളവ് നിങ്ങൾക്ക് തരാം. ആ 3 മാസത്തിനുള്ളിൽ നിങ്ങൾ കുട്ടീനെ ഇവിടെ സ്പെഷ്യൽ പീഡിയാട്രിഷ്യൻ ഉണ്ട്, അത് നമ്മൾ ലോക്കലായിട്ടുള്ള കിട്ടുന്നത്. അതായത് ഞങ്ങൾ പോയത് ആസ്റ്റർ മെഡിസിറ്റിയിലാണ് പോയത്, കൊച്ചിയിൽ. അവിടെ ചെന്ന് അവരുടെ അടുത്ത് പറഞ്ഞു 3 മാസം നമുക്ക് വേണം. അങ്ങനെ എല്ലാ മാസം പോയി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ടൊക്കെ എല്ലാം സെറ്റാക്കി. ഏകദേശം ഓഗസ്റ്റ് 13 നമ്മൾ സബ്മിറ്റ് ചെയ്തു 2024. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം 2 ദിവസത്തിനുള്ളിൽ എനിക്ക് പേഴ്സണലായിട്ട് മെയിൽ വന്നൊക്കെ, കുട്ടിയുടെ മെഡിക്കൽ ഒന്നും കൂടി റീമെഡിക്കൽ എടുക്കണം എന്ന് പറഞ്ഞിട്ട് കിംസ് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരുവനന്തപുരത്ത്. ഞങ്ങൾ ഫസ്റ്റത്തെ മെഡിക്കൽ എടുത്ത് 26 ഫെബ്രുവരി 2024. അടുത്ത റീമെഡിക്കൽ എടുക്കാൻ പറഞ്ഞേക്കുന്നത് ഇപ്പോൾ ഈ ഓഗസ്റ്റ് 16 മെയിൽ വന്നു. ഇത്ര മാസത്തെ ഡിഫറൻസിൽ മെയിൽ വന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ അപ്പോയിൻമെൻറ്റ് എടുത്ത് 21 ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി ഓഗസ്റ്റ്. അവിടെ ചെന്നു, കണ്ടു, സംസാരിച്ചു. പിറ്റേ ദിവസം നമുക്ക് ഫുൾ മെഡിക്കൽ എടുപ്പിച്ചു. മെഡിക്കൽ കഴിഞ്ഞു. പേപ്പർ സബ്മിറ്റ് ചെയ്തവർ ആ മാസം തന്നെ ലാസ്റ്റായിട്ട് സബ്മിറ്റ് ചെയ്തു, ഓഗസ്റ്റ് 30. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രതീക്ഷയില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു വചനങ്ങൾ പറയും, നിനക്ക് സഹായം എവിടെ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് ഒരു വചനം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അറിയില്ല അത് ഏത് വചനമാണ് കാര്യങ്ങൾ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കും.
അപ്പോൾ സങ്കീർത്തനങ്ങൾ 121 അധ്യായം 1 മുതൽ 2 മുതൽ 3 വരെയുള്ള തിരുവചനമാണ് അത് പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് വിഷമം സങ്കടമൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കും, പറയും നിനക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് വരുന്നു. എൻ്റെ കർത്താവിന് എല്ലാം പറ്റും, ആരെന്തു പറഞ്ഞാലും സാധിക്കും. ഇപ്പം എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട്, പക്ഷേ കർത്താവിന് അത് സാധിക്കും. അപ്പോൾ ഞാൻ ഒരിക്കലും സങ്കടപ്പെടുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. നമുക്ക് ആ മെൻറ്റാലിറ്റിയിൽ നിന്നു നമ്മൾ പ്രാർത്ഥിക്കും. നമ്മൾ സാധാരണ മനുഷ്യരാണ്. ചില ദിവസങ്ങളിൽ നമുക്ക് ഈ സങ്കട വിഷമം വരുന്ന സമയത്ത് ചിലപ്പോൾ 5:30 എഴുന്നേറ്റിട്ട് എത്തിക്കാൻ 5:30 3 മണിക്കൊക്കെ എഴുന്നേക്കും. ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല, ഏകദേശം 2 വർഷമായിട്ടൊന്നും ഉറക്കില്ല. അപ്പോൾ 3 മണിക്ക് എഴുന്നേറ്റ് ചിലപ്പോൾ നമ്മൾ പപ്പനെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. ചില ദിവസം മിക്കവാറും എത്തിക്കാറുണ്ട് 5:30 തന്നെ എത്തിക്കും. അങ്ങനെ എത്തിച്ച് നമ്മൾ മാക്സിമം നല്ല രീതിയിൽ മുന്നോട്ട് പോയി. അവസാനം വന്നു, റീമെഡിക്കൽ എടുത്ത് കഴിഞ്ഞ് സബ്മിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന റിസൾട്ട് എന്തായിരിക്കും. മാഡം പറഞ്ഞ് ഞങ്ങളുടെ പറഞ്ഞു ഇതിനൊന്നില്ലെങ്കിൽ ഡയറക്റ്റ് റിജക്റ്റ് ആക്കി കളയും. രണ്ടാമത്തെ ഓപ്ഷൻ അവർ റീമെഡിക്കൽ പറയും. മൂന്നാമത്തെ ഓപ്ഷൻ ലോക്കലായിട്ട് ഡോക്ടറെ അടുത്ത് പറയും. നമ്മുടെ അടുത്ത് ഇപ്പോൾ റീമെഡിക്കലും പറഞ്ഞു, ലോക്കലായിട്ട് ഡോക്ടറുടെ റിപ്പോർട്ടും പറഞ്ഞു. അങ്ങനെ സകലമാന കാര്യങ്ങളും ചെയ്തു. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുക, ഇതിനെ പോവാറായില്ലേ, വന്നിട്ട് 10 മാസമായില്ലേ, പോവാറായില്ലേ? ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്, ഇവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് മടുത്തു. അവസാന സാഹചര്യം നമുക്കിപ്പോൾ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒരു 26 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഒരു 5:39 എനിക്കൊരു വൈഫ് എന്നെ വിളിച്ചിട്ട് അച്ചാച്ചാന്ന് എന്നെ വിളിക്കുള്ളൂ. വൈഫ് പറഞ്ഞു കൊച്ചിന് വിസ വന്നിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും വിസ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം സാധിക്കും. നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായിട്ട് മാതാവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സാധിക്കുന്ന കാര്യമുള്ളൂ. നമ്മൾ ഒരിക്കലും ടെൻഷൻ അടിക്കാതിരിക്കരുത്. മാതാവിന് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്നതിന്. മാതാവിനോട് ഇനി പ്രാർത്ഥനയുള്ളത് എൻ്റെ കുട്ടീനെ നല്ലൊരു മകനായിട്ട് വളർത്താനും നല്ല മിടുക്കനായിട്ട് വളർത്താനും ഞങ്ങളുടെ കൂടെ തന്നെ നിർത്താനും മാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ കൂടെ ആയിരിക്കണം. മാതാവിന് 1000 നന്ദി ഇവിടെ സമർപ്പിക്കുന്നു.